My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 186ാമത്തെ എപ്പിസോഡിൽ നാജ എന്ന അധ്യായമാണ് പരിഗണിക്കുന്നത്. ഇത് ചെറിയൊരു അധ്യായമാണ്, ഒറ്റ എപ്പിസോഡിൽ ഇത് തീരും. ഇത് വാസ്തവത്തിൽ നമ്മളിപ്പോൾ എടുക്കുന്നത് ക്രോട്ടാലസ് ലാക്കസിസ് ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന പാമ്പിൻ വിഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഔഷധ നിലയിലാണ് ഇവിടെ എടുക്കുന്നത്. കെൻറ്റിനെക്കുറിച്ച് കൂടുതൽ കമ്പാരിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് രണ്ട് ഔഷധങ്ങളുടെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണിത്. അതിൽ നിന്നുള്ള ചില താരതമ്യങ്ങൾ, ചില വ്യത്യാസങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. പക്ഷേ വളരെയധികം ഉപയോഗമുള്ള ഔഷധമാണത്. അതുകൊണ്ട് നമുക്കത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. മൂർഖൻ്റെ വിഷത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഔഷധം നിരവധി രോഗാവസ്ഥകളിൽ പാമ്പിൻ വിഷബാധയ്ക്ക് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. കെന്റ് കൂടുതലും ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗാവസ്ഥകൾ, വളരെ ടിപ്പിക്കലായിട്ടുള്ള രോഗാവസ്ഥകൾ. ഈ നാജയുടെ ഒരു ഉപയോഗം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. വളരെ ഫലപ്രദമായി രോഗിയുടെ ജീവനത്തെ രക്ഷിക്കുന്നത് നേരിട്ട് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നാജയെക്കുറിച്ചുള്ള ഈ ലെക്ചറിൻ്റെ തുടക്കത്തിൽ കെന്റ് പൊതുവായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഔഷധങ്ങളുടെ സ്രോതസ്സുകൾ, വെജിറ്റബിൾ കിങ്ഡം, മിനറൽ കിങ്ഡം, മെറ്റൽസ്, പോയിസൺസ്, ഇങ്ങനെയുള്ള പല ഇതിനെക്കുറിച്ച് പറയുകയും അതിനെ വെച്ചുകൊണ്ട് ഒരു ഗ്രേഡിങ് അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും താഴെയുള്ളത് മിനറൽസ്, പിന്നെ വെജിറ്റബിൾസ്, പിന്നെ അനിമൽസ്. ആ ഒരു ക്രമത്തിലാണ് കെന്റ് അതിനെ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള കുറേ നിരീക്ഷണങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അതുപോലെ ഒരു ശ്രദ്ധേയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചികിത്സയുടെ, മനുഷ്യൻ രോഗങ്ങളെ ചികിത്സിക്കുന്നു, അതാണല്ലോ ചികിത്സയുടെ തുടക്കം. അതിൻ്റെ ഒരു എവല്യൂഷനെ കുറിച്ചുള്ള ചില ഉൾക്കാഴ്ചകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പ്രദേശത്ത്, അത് മനുഷ്യനൊന്നല്ല, മൃഗങ്ങളാണെങ്കിൽ പോലും, ഇപ്പോൾ നായ്ക്കൾ, വീട്ടിൽ വളർത്തുന്ന ജീവികൾ, അത് ഒരു നായ്ക്കൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അത് പോയിട്ട് പുല്ല് തിന്നത് കാണാം. അതിന് വേണ്ടുന്ന ആ ഒരു ചെടി അത് തിന്നും. അതിൻ്റെ ഒരു നൈസർഗികമായ ഒരു കഴിവാണ്. മനുഷ്യനും അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ വഴി മനുഷ്യനെ ആർജിച്ചിരിക്കാം, ഗവേഷണങ്ങൾ വഴി അതിനെ പരിപോഷിപ്പിച്ചിരിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ ആയുർവേദം എടുത്തു കഴിഞ്ഞാൽ ഒരു നാട്ടിൽ അന്ന് യാത്രകളൊക്കെ, പഴയ കാലത്ത് യാത്രകളൊക്കെ പരിമിതമാണല്ലോ. കേരളം വിട്ടുള്ള യാത്രകൾ എന്ന് വെച്ചാൽ വളരെ 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 ചുരുക്കമായിരിക്കും. ഒരു പ്രദേശത്ത് കിട്ടുന്ന ഒരാൾക്ക് നടന്നോ കുതിരപ്പുറത്തോ കളവണ്ടിയിലോ ഒക്കെ പോയി ശേഖരിക്കാവുന്ന ഔഷധങ്ങൾ വെച്ചുകൊണ്ടുള്ള ചികിത്സയാണ്. അപ്പോൾ ഓരോ പ്രദേശത്തും വരുന്ന രോഗാവസ്ഥകൾക്ക് ആ പ്രദേശത്തെ സസ്യലോകത്തിൽ തന്നെ അതിലുള്ള ഔഷധങ്ങളുണ്ട്. അപ്പോൾ ഒരു വെജിറ്റബിൾ കിങ്ഡവും അനിമൽ കിങ്ഡവും അല്ലെങ്കിൽ ഹ്യൂമൻ റൈസുമായിട്ടൊരു കറസ്പോണ്ടൻസ് ഉണ്ട് എന്നുള്ളൊരു തിയറി കെന്റിയുടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഒരു പൊതു വിവരമാണ്. അതിനെക്കുറിച്ച് ഞാൻ വായിക്കുന്നില്ല, ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നുണ്ട്. അതിൽ ചില അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങൾ നമുക്ക് വിയോജിക്കാവുന്ന ചില നിരീക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതായത് മനുഷ്യനിലുള്ള ഈവിൾസ്, അതായത് പീസ് മേക്കിംഗ് ഫോഴ്സ് നമ്മൾ പറയുമല്ലോ, ഒരു രോഗാവസ്ഥ എങ്ങനെ ഒരു വൈറ്റാലിറ്റിയിൽ രോഗാവസ്ഥ ഉണ്ടാകുന്നു, ദിസ് ഈസ് മേക്കിംഗ് ഫോഴ്സസ്. അതിനാൽ ആ ഈവിൾ ഫോഴ്സസ് അതിനെ ചികിത്സിക്കാൻ നമ്മളിപ്പോൾ വെജിറ്റബിൾ കിങ്ഡത്തിൽ നിന്നുള്ള ഔഷധങ്ങൾ, പൾസാറ്റില, അങ്ങനെയുള്ള സാധനങ്ങൾ, ലൈക്കോപോഡിയം, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ മനുഷ്യൻ സുഖപ്പെടുമ്പോൾ ആ ഒരു രോഗാവസ്ഥകൾ ഈ വെജിറ്റബിൾ കിങ്ഡത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും എന്നുള്ളൊരു ഒരു നിരീക്ഷണം കെന്റ് പറയുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഈ സസ്യങ്ങളുടെ ജീവനെക്കുറിച്ച്, അതിൻ്റെ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഗവേഷണം ചെയ്യുന്ന 1-2 പ്രൊഫസർമാരുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരതിനെ ഒരു സാധ്യതയായിട്ടേ കാണുന്നുള്ളൂ, അതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാനത് വായിക്കാത്തത്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് ഒരു ഗവേഷണത്തിൻ്റെ, മെറ്റീരിയ മെഡിക്കയിലൊക്കെ ഗവേഷണം ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ നാജ എന്നുള്ള ലെക്ചർ വായിച്ചു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ഇതിലുണ്ട്. ഞാനത് പറയുന്നില്ല. ദ യൂസ് ഓഫ് നാജ ഹാസ് എക്സ്റ്റെൻഡഡ് ഫാർ ബിയോണ്ട് ഇറ്റ്സ് പ്രൂവിങ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ പ്രൂവിങ്ങിന് അപ്പുറത്തേക്കാണ് ഇതിൻ്റെ ഉപയോഗം. പ്രൂവിങ് കൊണ്ട്, ഇത്തരം പോയിസൺസ് പ്രൂവിങ് കൊണ്ട് നമുക്ക് ഒരു ഫുൾ സ്ഫിയർ കിട്ടില്ല. നേരത്തെ മറ്റു ഔഷധങ്ങളുടെ കാര്യത്തിലും എന്ത് പറഞ്ഞിട്ടുള്ളത്
നമുക്ക് അത് നിരീക്ഷണങ്ങളിലൂടെ, രോഗികളുടെ അനുഭവങ്ങളിലൂടെ, ഫിസീഷ്യൻസിൻ്റെ നിരീക്ഷണങ്ങളിലൂടെയും ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. So many of the Ophidian family present symptoms in common with it. Ophidian family ഈ വിഷസർപ്പങ്ങളുടെ കുടുംബത്തിൽ പെട്ടുന്ന ഔഷധങ്ങൾ എല്ലാം പൊതുവായ ലക്ഷണങ്ങളുണ്ട്. ദാറ്റ് മച്ച് ഹാസ് ബീൻ പ്രസ്യൂംഡ് ട്രൂലി സോ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പ്രസ്യൂം ചെയ്യുകയാണ്, നമ്മൾ ഒരു മുൻധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. പ്രസംഷനാണ് നമ്മളതിനെക്കുറിച്ചുള്ള ഒരു അഭ്യൂഹം, അടിസ്ഥാനരഹിതമല്ല, അനുഭവങ്ങളും മറ്റു വെച്ചുകൊണ്ടുള്ള അഭ്യൂഹം. അപ്പോൾ ട്രൂലി സോ, അത് സത്യവുമാണ്. മെനി ക്യാരക്ടേഴ്സ് റൺ ത്രൂ ദീസ് റെമഡീസ്, ഈച്ച് റെമഡി ഹാവിങ് ഇറ്റ്സ് ഓൺ പെക്യുലിയർ സ്ഫിയർ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലെല്ലാത്തിലും പൊതുവായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ളൊരു മണ്ഡലം, ഒരു ഇറ്റ്സ് ഓൺ സ്ഫിയർ, അതിൻ്റേതായിട്ടുള്ളൊരു പ്രവർത്തന മണ്ഡലം ഉണ്ട്. ആ മണ്ഡലം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ടേക്കൻ ടുഗദർ എ ഫാമിലി പ്രസൻസ് എ വൈഡ് റേഞ്ച് ഓഫ് ക്യൂറേറ്റീവ് ആക്ഷൻ. അതുകൊണ്ട് ഈ ഫാമിലീനെ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രയോഗത്തിൻ്റെ ഒരു വിപുലമായ ഒരു മേഖലയെക്കുറിച്ച് ഒരു ധാരണ കിട്ടും. ഈ ഒരു കാരണം കൊണ്ടാണ് ഇത് മൂന്നും നമ്മൾ ക്രമത്തിൽ എടുത്തത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കമ്പയർ ദ സിംറ്റംസ് ഓഫ് നാജ വിത്ത് ദോസ് ഓഫ് അതർ സ്നേക്സ്. ദ പേഷ്യൻ്റ് ഈസ് ഡിസ്റ്റർബ് ബൈ ക്ലോസ്നെസ് ഓഫ് ദ കോളർ. ഈ കോളറിൻ്റെ സാമീപ്യം നേരത്തെ ലാക്ടസിൽ അത് കണ്ടാണ്. ആ കോളറിൻ്റെ സാമീപ്യം കൊണ്ട് നാജ പേഷ്യൻ്റ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും, അസ്വസ്ഥനോ അസ്വസ്ഥയൊക്കെ ആവും. അതിൻ്റെ ഒരു അഗ്രവേഷൻ ആഫ്റ്റർ സ്ലീപ്പ്, അതും പൊതുവായിട്ടുള്ള കാര്യമാണ്. ദർ ആർ എക്സോഷൻ ആൻഡ് ട്രംബ്ലിംഗ് ഓഫ് ദ മസിൽസ്. ആകെ തളർച്ച, ക്ഷീണം, ട്രംബ്ലിംഗ്, വിറയൽ, ഇതൊക്കെ പൊതുവായിട്ട് കണ്ടുള്ളതാണ്. പേശികളുടെ വിറയൽ, വിഷബാധയിലും ഇതൊക്കെ ഉണ്ടാകും കേട്ടോ. ഞാൻ കണ്ടത് അങ്ങനത്തെ ഒരു വിഷബാധയിലാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ ട്രാവലിംഗ് ഹോമിയോപാത്തി ഇത് പ്രയോഗിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മണ്ണാറശാലയിലാണ്. ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ വായന ഞാൻ സൾഫറിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മണ്ണാറശാല ക്ഷേത്രത്തിനടുത്തുള്ളൊരു ഒരു ഒറ്റമുറി നിരക്കടകളിലാണ്, ഒരു മുറിയിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരുപാട് അനുഭവങ്ങൾ ഹോമിയോപ്പതിയായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ പ്രദേശത്തെ ആളുകൾ പാമ്പുകളെ പിടിച്ചു കഴിഞ്ഞാൽ ദൂരെ നിന്നാണെങ്കിൽ പോലും കൊണ്ടുവന്ന് ഈ ക്ഷേത്ര പരിസരത്തെ കാടാണ്, ഒരു 2-3 ഏക്കർ കാടുണ്ട്, ആ കാട്ടിൽ വിടും. അങ്ങനെ വിട്ടതിലുള്ള കുഴപ്പം കൊണ്ടോ ഇപ്പോൾ ക്ഷേത്രത്തിൽ ചില ആളുകൾ പുറത്തുനിന്ന് വലിച്ചെറിയുന്ന രീതിയൊക്കെ ഉണ്ട്. എങ്ങനെയോ പുറത്തു പോയ ഒരു മൂർഖൻ ഒരാളെ കടിച്ചു. ക്ഷേത്രത്തിലൊരു ജീവനക്കാരൻ കൂടിയാണ്. ഇയാളെ കണ്ടത്, കടിച്ചെക്കുറിച്ച് അറിഞ്ഞത് കുറച്ച് വൈകിയാണ്. അത് രാത്രി സമയമായിരുന്നു, ക്ഷേത്രത്തിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ്. അപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. ആ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ആൾ മരിച്ചു പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ട്രാവലിംഗ് ഹോമിയോപ്പതി, അതേപോലൊരു നാട്ടുവൈദ്യൻ അവിടെ കുറച്ച് ദൂരെ മുതുകുളം എന്ന് പറയുന്നൊരു പ്രദേശത്ത് ഉണ്ട്. ഞാൻ സൈക്കിൾ എടുത്ത് പാഞ്ഞു പോയി അദ്ദേഹത്തെ പിന്നിൽ കയറി, ഇത് പ്രായമുള്ള മനുഷ്യനാണ്, ഞാൻ കൊണ്ടുവന്നു. അപ്പോഴേക്കും ഇവിടുന്ന് പുറപ്പെട്ടതിൻ്റെ പിന്നാലെ ചവിട്ടി വെച്ച് പിടിച്ച് കുറേ ദൂരെ, ആലപ്പുഴ ഭാഗത്തെ കുറേ ദൂരെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഭാഗം വരെ ആയി. അവിടെ എത്തി. ഈ ഓട്ടോറിക്ഷ, അന്നത്തെ ഓട്ടോറിക്ഷകൾക്ക് വേഗത കുറവാണല്ലോ, ഓട്ടോറിക്ഷയിൽ മുന്നിൽ കയറ്റി നിർത്തി. അദ്ദേഹം ആളെയൊക്കെ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊട്ടാലസ്, നാജ, ലാക്കസിസ്, ആഴ്സനിക്ക്, അങ്ങനെ കുറേ മരുന്നുകൾ, വിഷമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളുണ്ടായിരുന്നു. നാജയാണ് ഒരു ഡോസ് കൊടുത്ത ആളപ്പോൾ. അവിടെ ഈ രോഗി വളരെ ക്ഷീണിതരാണ്, വല്ലാത്ത നെഞ്ചിൻ്റെ അവിടെ വേദന, വല്ലാത്ത പ്രയാസം. അപ്പോൾ തന്നെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലായി. നാജ ഒരു ഡോസ് കൊടുത്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ കുറേ നേരം വിശ്രമിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയും ചെയ്തു. പിന്നീട് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാൻ മെഡിക്കൽ കോളേജ് ചെന്നത്. മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴേക്കും ആൾ മരിച്ചിട്ടില്ല, സുഖപ്പെട്ടു. അവിടെ മരുന്ന് കൊടുത്തിട്ട് ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കുകയാണ്, രക്ഷപ്പെട്ടു പോകുന്നു. ഇറ്റ്സ് ഡയറക്ഷൻ ഇസ് സംവാട്ട് ലൈക്ക് ലാക്കസ് ഫ്രം ലെഫ്റ്റ് റൈറ്റ്. ലാക്കസ് പോലെയാണ് ഇടതുവശത്ത് വലതുവശത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ്. ദ ഒവേറിയൻ പെയിൻസ്, ദ ഡിഫ്തീരിയ, ദ ജോയിൻറ്റ് അഫെക്ഷൻസ് ഗോ ഫ്രം ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെല്ലാം, അണ്ടാശയത്തിലെ വേദന, ഡിഫ്തീരിയ, സന്ധികളുടെ പ്രശ്നങ്ങളെല്ലാം ഇടതുനിന്ന് വലതോട്ട് നീങ്ങും. നാജ ലൈക്ക് ലാക്കസ് ഈസ് അഗ്രവേറ്റഡ് ഇൻ ഡാം വെതർ. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ലാക്കസിസ് പോലെ തന്നെ നാജയിലും അഗ്രവേഷൻ ഉണ്ട്. ഓൺ ഇൻഫ്ലെയിംഡ് സർഫസസ് ഇറ്റ് പ്രൊഡ്യൂസസ് ഗ്രേയിഷ് എക്സുഡേഷൻസ്. ഇൻഫ്ലമേഷനുള്ള പ്രതലങ്ങളിൽ നിന്നും ഒരു
ഒരു ചാര നിറത്തിലുള്ള ദ്രാവകങ്ങൾ ഊറിവരും. ഇറ്റ് ഡസ് നോട്ട് പാർട്ടേക്ക് സോ എക്സ്റ്റെൻസീവ്ലി ഓഫ് ദിസ് ക്യാരക്ടർ ആസ് ടു ലാക്കസ് ആൻഡ് ക്രോട്ടാലസ്. പക്ഷേ ലാക്കസിനോളം അല്ലെങ്കിൽ ക്രോട്ടാലസിനോളം ഈ ഒരു കാര്യത്തിൽ നാജയ്ക്ക് വലിയൊരു പങ്കില്ല, എങ്കിലും ചെറിയൊരളവോളം ഉണ്ട്. ദർ ഇസ് ഓൺലി എ ഷാഡോ ഓഫ് ദ സെപ്റ്റിക് ഇൻ നാജ. ഒരു സെപ്റ്റിക് നേച്ചർ നാജയിൽ അതിൻ്റെ ഒരു നിഴൽ മാത്രമേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് എക്സ്റ്റെൻസീവ് ഇൻ ലാക്കസിസ് ആൻഡ് എക്സ്ട്രീംലി മാർക്ഡ് ഇൻ ക്രോട്ടാലസ്. ഈ സെപ്റ്റിക് കണ്ടീഷൻ, നിങ്ങൾക്കറിയാം സെപ്റ്റിക് കണ്ടീഷൻ എന്താണെന്ന്, മരണത്തിലേക്ക് എത്തുന്ന അവസ്ഥയാണ്. വിഷബാധ ഉണ്ടായി, അണുബാധ ഉണ്ടായി, ബാക്ടീരിയ കൊണ്ടുള്ള അണുബാധ ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നാജയും വരും. പക്ഷേ അത് ഏറ്റവും വരുന്നത് ക്രോട്ടാലസിലാണ്. എക്സ്ട്രീംലി മാർക്ഡ് ക്രോട്ടാലസ്, ലാക്കസിനും വരും. പക്ഷേ നാജ ഇതിൻ്റെ രണ്ടിൻ്റെയും പിന്നിലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കെൻഡ് പറയുന്ന മുഴുവൻ ഈ ഒരു വിഷത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ വിഷബാധയ്ക്കെതിരെയുള്ള ഒരു പ്രയോഗം അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുപരി മനുഷ്യന് മാരകമായേക്കാവുന്ന രോഗാവസ്ഥകളിൽ, ഡിഫ്തീരിയ അതേപോലുള്ള രോഗാവസ്ഥകളിൽ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള തരത്തിലാണ് കെൻഡ് ഈ ഒഫീഡിയൻസിനെയും കെൻഡ് സമീപിക്കുന്നത്. അത് വളരെ ബോധപൂർവമാണത്. അല്ലെങ്കിൽ ഈ ഔഷധങ്ങൾ, ഞാൻ ചില കൊച്ചു പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇത് വായിച്ച ശേഷം എനിക്കൊരു ഇങ്ങനത്തെ ട്രാവലിംഗ് ഹോമിയോപാത്ത് എനിക്കൊരു പുസ്തകം വന്നു. അതിൽ ഈ 3 മരുന്നുകളെയും ആഴ്സനിക്കിനെയും കുറിച്ച് പറഞ്ഞത് അതെല്ലാം ഈ വിഷബാധയിൽ മാത്രം ഊന്നിയുള്ളതാണ്. അത് ചില നിർണായക ഘട്ടങ്ങൾ ഉപകരിക്കുന്നില്ല. പക്ഷേ അതിൽ നമ്മൾ പരിമിതപ്പെട്ടു പോകരുത്. അതിന് പുറത്ത് വലിയൊരു സ്കോപ്പ് ഈ ഔഷധങ്ങളുണ്ട്. കെൻഡ് വെളിച്ചം വീശുന്ന ആ ഒരു സ്കോപ്പിലേക്കാണ്. നാജ ഇസ് നോട്ട് ആസ് സബ്ജക്ട് ടു ഹെമറേജസ് ആസ് ഈതർ ലാക്സിസ് ഓർ ക്രോട്ടാലസ്. അപ്പോൾ ഹെമറേജസ് ഉണ്ട്, പക്ഷേ അവിടെയും ലാക്കസിനും ക്രോട്ടാലസിനും പിന്നിലാണ് നാജയുടെ സ്ഥാനം. ദർ ഇസ് ട്രംബ്ലിംഗ് ഓഫ് ദ മസിൽസ്, റൊമാറ്റിക് ഡയത്തസിസ് ആൻഡ് ടെൻഡൻസി ഓഫ് ഓൾ കംപ്ലൈൻസ് ടു സെറ്റിൽ അബൌട്ട് ദ ഹാർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രോഗിയുടെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഞാൻ കൊണ്ടുവന്ന ആ ഡോക്ടർ ട്രാവലിംഗ് ഹോമിയോപാത്ത് ശ്രദ്ധിച്ചതൊക്കെയാണെന്ന് തോന്നുന്നു. പേശികളെല്ലാം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ വിറച്ചുകൊണ്ടിരിക്കുന്നത് പിടിച്ചു നോക്കി, കാലില്, നെഞ്ചില്, കയ്യിലൊക്കെ പേശികൾ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റൊമാറ്റിക് ഡയത്തസിസ്, ഒരു വാദത്തിൻ്റെതായിട്ടുള്ളൊരു പ്രവണത. ആൻഡ് ടെൻഡൻസി ഓഫ് ഓൾ കംപ്ലൈൻസ് ടു സെറ്റിൽ അബൌട്ട് ഹെർ. എല്ലാ പ്രശ്നങ്ങളും ഹൃദയത്തിൽ പോയി സെറ്റിൽ ചെയ്യുന്നു. ഇയാൾക്ക് ഹൃദയത്തിൻ്റെ ഭാഗത്താണ് ഇയാളുടെ പറയുന്നത് വല്ലാത്ത പരവേശം, വളരെ ചെറിയ ശബ്ദത്തിൽ വല്ലാത്ത പരവേശം, നെഞ്ചിൻ്റെ ഭാഗത്ത് പ്രയാസം എന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വൾവുലർ ട്രബിൾസ് ഓഫ് ഹാർട്ട്. ഹൃദയത്തിൻ്റെ വാൽവുമായിട്ട് ബന്ധപ്പെട്ട വാൽവുലർ പ്രശ്നങ്ങളെല്ലാം ഇത് പ്രയോഗം വരും. എല്ലാം പൊതുവായിട്ടുള്ള പ്രയോഗമാണ് പറയുന്നത്, വിഷബാധയിലുള്ള പ്രയോഗമല്ല, പൊതുവായിട്ടുള്ള പ്രയോഗമാണ്. ഇവിടേക്ക് നിങ്ങൾക്ക് കൂടുതൽ നാജയുടെ പ്രയോഗ സാധ്യതകൾ വരാൻ പോകുന്നത് അത്തരം സാഹചര്യങ്ങളാണ്. ഇൻ യങ് പേഴ്സൺസ് ഹു ഗ്രോ വിത്ത് കാർഡിയാക് വാൽവുലർ ഡിസീസസ്, കാർഡിയാക് വാൽവുലർ ഡിസീസുമായിട്ട് വളർന്നു വരുന്ന ചെറുപ്പക്കാര് ദ വോൾ ട്രബിൾ സെറ്റിൽ അബൌട്ട് ദ ഹാർട്ട്. എല്ലാ പ്രശ്നങ്ങളും ഹൃദയത്തിൽ പോയി സെറ്റിൽ ചെയ്യുന്നു. ദിസ് സജസ്റ്റ് നാജ ആൻഡ് നാജ ഹാസ് ഓഫൺ ക്യൂർഡ്. നാജയുടെ പ്രയോഗത്തെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. നാജ പലപ്പോഴും അതിനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇഫ് ദ വാൽവുലർ ട്രബിൾ ഈസ് കൊഞ്ചിനിറ്റൽ ഇറ്റ് കനോട്ട് ബി ക്യൂർഡ്. പക്ഷേ ഇത് ജന്മനായുള്ളതാണെങ്കിൽ അതിനെ സുഖപ്പെടുത്താൻ പറ്റില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കൊഞ്ചിൻ്റെ പ്രശ്നമാണെങ്കിൽ ജന്മനായുള്ളത് അതിനെ സുഖപ്പെടുത്താൻ പറ്റില്ല എന്ന് കെൻഡിയോട് പറയുന്നുണ്ട്. ഈ കാര്യം ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഡോക്ടറെ പേര് പറയുന്നില്ല, വളരെ ഒരു ആഗോള പ്രസിദ്ധനെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്ത്യയിൽ മുഴുവൻ പ്രസിദ്ധനായിരുന്നൊരു ഹോമിയോപാത്ത്. ഓരോ ദിവസവും ആയിരക്കണക്കിന് പേരൊക്കെയാണ് അദ്ദേഹത്തിന് വന്നിരുന്നത്. അദ്ദേഹത്തിനടുത്ത് ഇതേപോലെ ജന്മനാ ഹൃദയത്തിൽ തകരാറുള്ളൊരു കുട്ടിയുമായിട്ട് എൻ്റെ അയൽവക്കത്തു നിന്ന് തന്നെയാണ് പോയി. അദ്ദേഹം ചികിത്സിക്കാമെന്ന് പറഞ്ഞു, മരുന്ന് കൊടുത്തു. അപ്പം ഈ മരുന്ന് പലപ്പോഴും ഞാൻ വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഞാൻ പിന്നെ ഹോമിയോപ്പതി ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഹോമിയോപ്പതി വായിച്ചു തുടങ്ങിയപ്പോഴേക്കും ചില കോമ്പിനേഷൻസാണ്. ഒരു ബയോകെമിക്സിൻ്റെ കോമ്പിനേഷൻ, മറ്റു ചില മരുന്നുകളുടെ കോമ്പിനേഷൻ, ഇതൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ കുട്ടി അന്ന് ചെറിയൊരു ശിശുവായിരുന്നു. അതൊരു പെൺകുട്ടിയാണ്, ഇന്നിപ്പോൾ വളരെ വലുതാണ്. ആ കുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തെങ്ങാനും മരിച്ചു പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബുദ്ധി വികസിച്ചില്ല, ബുദ്ധിമാന്യം. പിന്നീട് ഞാൻ ഈ നാജ വായിച്ചപ്പോഴാണ് എൻ്റെ ഒരു
വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊരു കോൺജിനിറ്റൽ പ്രശ്നമാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ, അതിനെ ക്യൂർ ചെയ്യാൻ നോക്കരുത്. ആ ഡോക്ടർ അത് ചെയ്യേണ്ടതായിരുന്നു. ഈ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ അത് സർജിക്കൽ കേസാണത്, സർജറിക്ക് വിട്ടേക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നൊരു പ്രധാന പാഠം അതാണ്. അങ്ങനെ കോൺജിനിറ്റൽ കേസാണെങ്കിൽ നിങ്ങളതിനെ ഹീൽ ചെയ്തേക്കാമെന്നും അവകാശവാദം ഉന്നയിക്കരുത്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഈ അവരുടെ അവകാശവാദങ്ങൾ പലതും എൻ്റെ അറിവിൽ ഫലിച്ചിട്ടില്ല. അത് അവകാശവാദങ്ങൾ മാത്രമാണ്. ഇഫ് ദ വാൽവുലർ ട്രബിൾ ഈസ് കോൺജിനിറ്റൽ ഇറ്റ് കനോട്ട് ബി ക്യൂർഡ്, ബട്ട് ഇഫ് നോട്ട് ഇറ്റ് ഷോസ് ദാറ്റ് ഓൾ ദ ഡിസ്റ്റർബിംഗ് ഫോഴ്സസ് ഹാവ് സെറ്റിൽഡ് അബൌട്ട് ദ ഹെർട്ട്. കോൺജിനിറ്റൽ അല്ലെങ്കിൽ ഇയാൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ വിഷയങ്ങളും, എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൻ്റെ ഭാഗത്ത് പോയി അടിഞ്ഞുകൂടുന്നത് പോലെ തോന്നുന്നു. ആളുകൾക്ക് അങ്ങനെ പറയും. ഓൾ സിംറ്റംസ് ഹാവ് സെറ്റിൽഡ് അബൌട്ട് ദ ഹേർട്ട്. നാജ ഹാസ് ദിസ്. നാജയിൽ അതുണ്ട്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കോൺജിനിറ്റൽ ആണെങ്കിൽ അത് വിട്ടേക്കുക. ഇൻ സ്കൂൾ ബോയ്സ് ആൻഡ് ഗേൾസ് who have no symptoms, this is the generic remedy for this kind of complaint. അപ്പോൾ സ്കൂൾ കുട്ടികളിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വേറെ ലക്ഷണങ്ങളൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ, വേറെ ലക്ഷണങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നെഞ്ചിൽ പോയി ഹൃദയത്തിൻ്റെ ഭാഗത്ത് പോയി അടിഞ്ഞുകൂടുന്നുവെങ്കിൽ ഇതാണ് ഒരു ജനറിക് റെമഡിയാണ് നാജ എന്ന് പറയുന്നത്. നാജയെക്കുറിച്ചുള്ള നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിവാണത്. ഓൾവേസ് പ്രിസ്ക്രൈബ് നാജ അൺലെസ് ഗൈഡഡ് അവേ ഫ്രം ഇറ്റ് ബൈ സം സ്പെസിഫിക് സിംറ്റം. എന്തെങ്കിലും തനതായ ലക്ഷണങ്ങളാൽ നാജ അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താവുന്ന കാലം നാജ തന്നെ കൊടുക്കുക. നാജ അല്ല എന്ന് വ്യക്തമായിട്ട് പറയാവുന്ന ഒരു കാരണമില്ലെങ്കിൽ നാജ തന്നെ കൊടുക്കുക. നാജ ഹാസ് മോർ നെർവസ്. നാജയുടെ കാര്യത്തിൽ നെർവസ് കണ്ടീഷനാണ്. ലാക്ടോസിസ് മോർ സെപ്റ്റിക് സിംറ്റംസ്. ലാക്ടോസിസിൽ സെപ്റ്റിക് സിംറ്റംസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷെ നാജയിൽ നെർവസ് സിംറ്റംസ് ആണ്. നാജ മാർക്ഡ് അജിറ്റേഷൻ വിത്തൗട്ട് സെപ്സിസ്. ഈ സെപ്സിസ് കണ്ടീഷൻ അല്ലാതെയുള്ള ഒരു അജിറ്റേഷൻ, നെർവസ് അജിറ്റേഷനാണ് നാജയിൽ. ലാക്കസ് ഓൾ ദ നെർവസ്നെസ് വിത്ത് എ ടെൻഡൻസി ടു ഹെമറേജ് ആൻഡ് സെപ്സിസ്. ലാക്കസിൽ ഈ പറയുന്ന നെർവസ്നെസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഹെമറേജും ഈ സെപ്റ്റിക് കണ്ടീഷനും ലാക്കസിലുണ്ട്. ബ്ലാക്ക് ബ്ലഡ് ഉണ്ട്, ലൈക്ക് ചാർഡ് ഷോ, നേരത്തെ പറഞ്ഞു, കറുത്ത നിറത്തിലെ രക്തം, കരിഞ്ഞ വൈക്കോല് പോലെ ഡാർക്ക് ക്ലോട്ടഡ് ബ്ലഡ്, ഇരുണ്ട നിറത്തിൽ കട്ടിയായ ബ്ലഡ് ഒക്കെ ഉണ്ട്. ലാക്കസിൽ നമ്മൾ നേരത്തെ കണ്ടാണത്. പക്ഷെ നാജയിൽ അങ്ങനെ അല്ലത്. നാജ ഹാസ് സർജിങ് ഓഫ് ബ്ലഡ് ടുവേഴ്സ് ലൈക്ക് ലാക്കസ് പോലെ തന്നെ ഈ ബ്ലഡിന്റെ, രക്തത്തിന്റെ ഈ ഒരു ഇരച്ച കയറ്റം നാജയിലുണ്ട്. ഡിസ്ട്രസിങ് സിംറ്റം, വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന ലക്ഷണമാണത്. ദർ ഇസ് മാർക്ക് ഡിസ്നിയ കാർഡിയാക് ഓർ അതർവൈസ്. അപ്പോൾ വളരെ ശ്രദ്ധേയമായ രീതിയിൽ ശ്വാസം മുട്ടുണ്ട്. അത് കാർഡിയാക് ഡിസ്നിയ ആകാം, അല്ലാതെ ആകാം. ഈ രക്തം ഇരച്ചു കയറൽ ഹൃദയത്തിന്റെ ഭാഗത്തേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പാമ്പൊടിയേറ്റ ആ രോഗിക്ക് ഒരു പിഷാരടിയായിരുന്നു. അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നെഞ്ചിലേക്ക് രക്തം വിരച്ചു കയറുന്നു, ശ്വാസം മുട്ടുന്ന പോലുള്ള അവസ്ഥ. കാർഡിയാകോ അല്ലാതെയുള്ള ശ്വാസം മുട്ടലും നാജയിലുണ്ട്. ഇതൊരു സ്റ്റഫിങ് അപ്പ് ഓഫ് ചെസ്റ്റ്, നെഞ്ചാകെ നിറഞ്ഞ് സ്റ്റഫ് ചെയ്ത പോലത്തെ ഒരു അവസ്ഥ. ഗ്രേറ്റ് റോനെസ് ഓഫ് ദ ട്രാക്കിയ ആൻഡ് ലാരിങ്സ്. ട്രാക്കിയയിലും ലാരിങ്സിലും തൊലിയൊക്കെ പോയിട്ട് ആ ഒരു റോ കണ്ടീഷൻ, ചെറിയൊരു കാറ്റ് വെള്ളം ചെന്നാൽ പോലും വല്ലാത്ത പ്രയാസം ഉണ്ടാകുന്ന റോ കണ്ടീഷൻ. ദ വോൾ പാസേജ് ഈസ് റോ ആസ് ഇറ്റ് എക്സ്കോറിയേറ്റഡ്. ഈ പാസേജ് മുഴുവൻ ഇങ്ങനെ തൊലി പോയി റോ ആയിട്ട് മാറിയ ഒരവസ്ഥ. ദർ ഈസ് മച്ച് സ്നീസിങ്, വല്ലാതെയുള്ള തുമ്മല്, ജലദോഷം. ഇത് റണ്ണിങ് ഓഫ് വാട്ടർ ഫ്രോം ദ നോസ്, മൂക്കിൽ നിന്ന് മൂക്കൊലിപ്പ്. ഇന്നബിലിറ്റി ടു ലൈ ഡൗൺ അറ്റ് നൈറ്റ്, രാത്രി കിടക്കാൻ പ്രയാസം. ഡ്രൈനെസ് ഓഫ് ദ എയർ പാസേജ് ഓഫ് ദ നോസ്, ഹേ ഫീവർ, മൂക്കിലെ എയർ പാസേജിൽ ആകെ ഡ്രൈ ആയി വരണ്ടുപോയി, ഹേ ഫീവർ. ദ പേഷ്യൻ്റ് ഹാസ് സഫോക്കേറ്റീവ് അറ്റാക്സ് ഇൻ ഓഗസ്റ്റ് മാസത്തിൽ സഫോക്കേറ്റീവ് അറ്റാക്സ് ഉണ്ടാകുന്നു. ഓഗസ്റ്റിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് മാറി ചൂട് വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഹ്യൂമിഡായിട്ടുള്ള ഡാമ്പ് അറ്റ്മോസ്ഫിയർ എന്ന് വിചാരിച്ചാൽ മതി. ദ വോൾ ചെസ്റ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കഞ്ചഷൻ. നെഞ്ചാകെ ഇങ്ങനെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. എൻഡിനോസ് ഓഫ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ചെസ്റ്റ്, ഇടതുവശത്ത് ഒരു ശൂന്യമായിട്ടുള്ള ഒരു തോന്നൽ. ലോ പൾസ് ഓർ ഇന്റർമീഡിയറ്റ് പൾസ്, പൾസ് വല്ലാതെ കുറഞ്ഞു, ഇടവിട്ട പൾസ്. ഞാൻ ഈ പറഞ്ഞ ആൾക്ക് ഇങ്ങനെ വന്നപ്പോൾ തന്നെ നാടി പിടിച്ച് നോക്കുകയാണ് ചെയ്തത്. ഞാൻ പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ
നാടിപിടി വളരെ കുറവായിരുന്നു, വിട്ട് ഉള്ളൊരു പൾസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ പിന്നീട് ഈ നാജ വെച്ച് അദ്ദേഹത്തിന് വീട്ടിൽ അദ്ദേഹം കെൻറ്റിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഈ നാജ ഞാൻ അദ്ദേഹത്തിന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന പോലെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു. അതിന് വളരെയധികം സന്തോഷമുണ്ടായി. ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം കുറിച്ച് വെക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ചെറിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം കുറിച്ച് വെച്ചു. അദ്ദേഹം പിന്നീട് എന്നോട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു, അദ്ദേഹം മരിച്ചു പോയിക്കാണ്. കൊച്ചിയിൽ വാമനപ്പടിയാറുടെ അടുത്ത് കമ്പൗണ്ടറായിട്ട് കുറച്ചു കാലം വന്ന് നിന്നിരുന്നു. കമ്പൗണ്ടറായിട്ട് വന്നത് തന്നെ മരുന്നുകളെ കുറിച്ച് പഠിക്കാനാണ്. അദ്ദേഹം ഇങ്ങനെ കേൾക്കുമായിരുന്നു പറഞ്ഞു. കേട്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പഠിച്ചതാണ്. വിത്ത് ഓൾ ദ കംപ്ലൈൻസ് ഓഫ് ദ ചെസ്റ്റ് ദർ ഇസ് ഇനബിലിറ്റി ടു ലൈ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ഈ ചെസ്റ്റിന്റെ കംപ്ലൈൻസ് ഇത്രയും ഒക്കെ വരുമ്പോൾ അയാൾക്ക് ഇടതുവശം കൊണ്ട് കിടക്കാൻ പറ്റില്ല. നംബ്രസ് ഓഫ് ദ ലെഫ്റ്റ് ആം, ഇടത് കൈ ആകെ മരവിച്ച അവസ്ഥയായിരുന്നു. ദർ ഇസ് ഡിസ്നിയ ഇഫ് ഹി ഗോസ് ടു സ്ലീപ്പ്, ഉറങ്ങാൻ പോവുകയാണെങ്കിൽ ശ്വാസം മുട്ടൽ. ഹി വേക്സ് അപ്പ് സഫോക്കേറ്റിംഗ്, ശ്വാസം മുട്ടൽ എഴുന്നേൽക്കും, ഉറങ്ങാൻ പറ്റില്ല. ഗാസ്പിംഗ്, ഇങ്ങനെ നെഞ്ചിലിങ്ങനെ പിടിക്കും. ചോക്കിംഗ് ഓർ ഹി സ്റ്റാർട്ട്സ് ഫ്രം സ്ലീപ്പ് ആസ് ഫ്രം എ ഡ്രീം, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്നും സ്വപ്നം കണ്ട് ഞെട്ടിയാലെന്ന പോലും ഉണർന്നിരുന്നേക്കും. ഇൻ മോസ്റ്റ് കംപ്ലൈൻസ് ദർ ഇസ് ഇന്നബിലിറ്റി ടു ലൈ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. മിക്ക രോഗാവസ്ഥകളിലും നാജയുടെ കാര്യത്തിൽ ഇടതുവശം ചേർന്ന് കിടക്കാൻ പറ്റില്ല. ദർ ഇസ് എ ഡ്രൈ ഹോക്കിംഗ് കോഫ് വിത്ത് സ്വെറ്റിംഗ് ഓഫ് ദ പാംസ് ഓഫ് ദ ഹാൻഡ്സ് ദാറ്റ് ഈസ് ക്യൂർ ബൈ നാജ. അല്ലാതെ ഇങ്ങനെ ഹോക്കിംഗ് കഫ്, ഈ ചുമയിൽ കൈവെള്ളകൾ ഇങ്ങനെ വിയർത്ത് വരും. ആ കൈവെള്ളം കൊണ്ടൊരു സാധനം പിടിക്കാൻ പറ്റില്ല, വഴുതിപ്പോവും. അപ്പം അതിനെ നാജ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ദീസ് കാർഡിയാക് കേസ് ആർ ഓഫൺ അറ്റൻഡ് ബൈ എ ഡ്രൈ ഹോക്കിംഗ് കഫ്. അപ്പോൾ ഇത്തരം കാർഡിയാക് കണ്ടീഷൻസിലെല്ലാം ഒരു വരണ്ട ഒരു ഹോക്കിംഗ് കോഫ് ഉണ്ട്. എ കോഫ് വിത്ത് എവറി ലിറ്റിൽ എക്സർഷൻ. ചെറിയൊരു പ്രയാസം ഉണ്ടായാൽ മതി ഈ ചുമയുണ്ടാവും. ഇങ്ങനെയുള്ള കേസുകളിൽ, കാർഡിയാക് കേസുകൾ നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ സാധിക്കും. സിംറ്റംസ് എഗ്രി ആണെങ്കിൽ നാജ കൊണ്ട് സുഖപ്പെടുത്താൻ പറ്റും. ഇറ്റ്സ് നോട്ട് എ കാറ്റാറൽ സ്റ്റേജ് നോർ ഇറ്റ് ഈസ് ട്യൂബർക്കുലോസിസ്. ഇതൊരു കാറ്റാറൽ സ്റ്റേജ്, സാധാരണ ചുമയുള്ളൊരു കാറ്റാറൽ കണ്ടീഷൻ കൊണ്ട് കഫക്കെട്ടോ മറ്റോ കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയല്ല, അത് ക്ഷയരോഗം കൊണ്ടുണ്ടാകുന്നതുമല്ല. ദ ഹാർട്ട് ബീറ്റ് സ്ലോലി ആൻഡ് വിൽ നോട്ട് ബി അർജ്ഡ് ടു വർക്ക്. അപ്പോൾ ഹൃദയത്തിൻ്റെ സ്പന്ദനം സാവകാശമാണ്, അതിനകത്ത് സ്പന്ദനം കൂട്ടാൻ പറ്റുന്നില്ല. ആ ഒരു പ്രയാസം കൊണ്ട്. ആൻഡ് എ കോഫ് കംസ് ഓൺ ഫ്രം എക്സേർഷൻ. ഈ എക്സേർഷൻ കൊണ്ട്, ഹൃദയത്തിന് സ്പന്ദനം കൂട്ടാനുള്ള പ്രയാസം കൊണ്ട് വരുന്ന ചുമയാണത്. അത്തരം ചുമയാണ്, കാർഡിയാക് കോഫാണത്. കാക്ടസ് ഓൾസോ ഹാസ് എ കാർഡിയാക് കോഫ്. കാക്ടസിനുണ്ട് ഈ ഒരു കാർഡിയാക് ചുമ, ഹൃദയ സംബന്ധമായ ചുമ. ദ എക്സ്ട്രീമിറ്റീസ് ആർ കോൾഡ് ആൻഡ് ബ്ലൂ. ഈ എക്സ്ട്രീമിറ്റീസ്, കൈകാലുകളൊക്കെ ഇങ്ങനെ തണുത്ത് മരവിച്ച് നീലിപ്പ് വരും. ആൻഡ് ഹെഡ് ഹോട്ട്, തല ചൂടായിരിക്കും. ഇതും ആ പാമ്പടിയേറ്റ രോഗിയിൽ തലയിൽ ഇയാൾ പിടിച്ചു നോക്കി, തല ചൂടായിരിക്കുകയായിരുന്നു. ഈ നീലിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ദ ഹെഡ് സിംറ്റംസ് ആർ അഗ്രവേറ്റഡ് ഇൻ എ വാം റൂം. ചൂടുള്ള മുറിയിൽ തലയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വർദ്ധിക്കും. ദ ഹെഡ് ഫീൽസ് വാം, തലയിൽ ചൂടിൻ്റെ ഒരു അനുഭവം. ഫീവേർഡ്, പനി വന്നാലെന്ന പോലെ. യെറ്റ് ദ ഫീറ്റ് ആൻഡ് ലിംസ് ഡു നോട്ട് ബിക്കം വാം. എന്നാലും കാലുകളും കൈകാലുകളൊന്നും ഈ ചൂടുണ്ടാവില്ല. ദർ ഇസ് കോപ്പിയസ് സ്വെറ്റിംഗ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. കൈകാലുകളിൽ വല്ലാതെ വിയർപ്പ് അത് ഇയാളിലുണ്ടായിരുന്നതാണ്. കോസിങ് ദ ഗ്ലോവ്സ് ആൻഡ് ഷൂസ് ടു റോട്ട് ഔട്ട്. ഈ ഗ്ലോവ്സ് ഇട്ട് കഴിഞ്ഞാൽ, ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഊരിപ്പോകുന്നൊരവസ്ഥ. ഇവിടെ സെറ്റ് ഈസ് നോട്ട് ഒഫൻസീവ്. എന്നിരുന്നാൽ പോലും ഈ വിയർപ്പിന് ദുർഗന്ധമില്ല. ദർ ഇസ് എ സെൻസ് ഓഫ് ഫുൾനെസ് ആൻഡ് പഫിനെസ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. കൈകളിലും കാലുകളിലും ഒക്കെ ഒരു നിറഞ്ഞിരിക്കുന്ന പോലെ, നിറഞ്ഞ് വീർത്തിരിക്കുന്ന പോലത്തെ ഒരു അനുഭവമുണ്ട്. ഷോയിങ് എ സ്ലോ സർക്കുലേഷൻ ഓഫ് ദ വെയിൻസ്. അതിൻ്റെ കാരണം സർക്കുലേഷൻ കുറവാണ്, രക്തചംക്രമണം കുറവാണ്. വിച്ച് വി മൈറ്റ് എക്സ്പെക്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കണം, കാരണം ഹൃദയസ്പന്ദനം കുറവായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കണം. വി മൈ നാച്ചുറലി എക്സ്പെക്ട് ദാറ്റ് ദിസ് പേഷ്യൻറ്റ് വുഡ് ബി ഇൻറ്റൻസ് ആൻഡ് എക്സൈറ്റബിൾ, വിച്ച് ഈസ് ദ കേസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രോഗി വല്ലാതെ അസ്വസ്ഥനും രൂക്ഷ സ്വഭാവമുള്ള ആളും പെട്ടെന്ന് ഉത്തേജിപ്പിക്കപ്പെടുന്ന ആകും. അത് തന്നെയാണ് താനും. ദർ ഇസ് എ സൂയിസൈഡൽ ടെൻഡൻസി. ആത്മഹത്യാ പ്രവണതയും നാജ പേഷ്യൻറ്റിനുണ്ട്. ദ ഹെഡ് ഏക്സ് ആർ നോൺ ഡിസ്ക്രിപ്റ്റ്. തലവേദനകൾ നമുക്ക് വിവരിക്കാൻ പറ്റില്ല, എല്ലാ തരത്തിലുമുണ്ട്. ഓഫ് എ കൺജസ്റ്റീവ് ക്യാരക്ടർ ഓൾ ഓവർ ദ ഹെഡ്. ഒരു കൺജസ്റ്റീവ് സ്വഭാവമുള്ളതാണ്, തലയിൽ മൊത്തത്തിലുണ്ട്. എസ്പെഷ്യലി ഇൻ ദ ഓക്സിപിറ്റ്, തലയുടെ പിൻഭാഗത്താണ് ഇത് കൂടുതലുള്ളത്. ഹെഡ് ഏക്സ് അക്കമ്പനീഡ് ബൈ എ ക്വിക്ക് ആൻഡ് നെർവസ് പൾസ്. തലവേദനയോടൊപ്പം വല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന ഒരു നെർവസ് പൾസ് തലവേദനയുടെ ഒരു സ്വഭാവമാണത്. പ്രൊഫൗണ്ട് സ്ലീപ്പ് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ഓൾ ദ സ്നേക്സ്. അപ്പോൾ
സ്ലീപ്പ് പോയിന്റ്സിനെല്ലാം ഭയങ്കരമായിട്ടുള്ള ഉറക്കം ഇതിലുള്ളതാണ്. ദർ ഇസ് ഡീപ്പ് പ്രൊഫൗണ്ട് സ്ലീപ്പ് വിത്ത് സ്റ്റെറോട്രോവസ് ബ്രീത്തിങ്. കൂർക്കം വലിച്ചുറങ്ങുന്ന തരത്തിലുള്ള ഒരു അഗാധമായൊരു ഉറക്കം ഉണ്ട്. ഷീ വേക്സ് വിത്ത് ഹെഡ് ഏക്സ് എവറി മോർണിംഗ്. രാവിലെ ഉറക്കം വിട്ടുണരുമ്പോൾ ഒരു തലവേദനയോടുകൂടിയാണ് ഉണരുന്നത്. പ്രൊഫൗണ്ട് സ്ലീപ്പാണെങ്കിൽ പോലും ആ ഉറക്കം വിട്ട് ഉണരുമ്പോൾ ഈ പറയുന്ന പ്രശ്നം വർദ്ധിക്കുകയും ചെയ്യുന്നത്. തലവേദനയും പ്രഭാതത്തിൽ ഉണരുമ്പോൾ തലവേദനയുണ്ട്. ഇറ്റ്സ് നാച്ചുറൽ ഫോർ ദ നാജ ഹെഡ് ഏക്ക് ടു ബി പ്രസന്റ് ഇൻ ദ മോർണിംഗ് ആൻഡ് വിയർ ഓഫ് വിത്ത് എക്സർഷൻ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന. നിങ്ങൾ തലവേദനയോടെ വരുന്ന രോഗികളിൽ ഇത്തരം നാജ കേസ് ഉണ്ടാകും. നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ കൈകാലൊക്കെ ആടിക്കഴിയുമ്പോൾ അത് കുറയും. അപ്പോൾ സർക്കുലേഷൻ ശരിയാകുന്നുണ്ടോ അത്. അപ്പോൾ തലവേദന കേസുകളിലും നാജ കേസുകളും നിങ്ങൾക്ക് വരും. ദ അതർ കംപ്ലയിൻസ് ആർ അഗ്രിവേറ്റഡ് ബൈ എക്സേഷൻ. പക്ഷെ മറ്റ് പ്രശ്നങ്ങളെല്ലാം എക്സേഷൻ കൊണ്ട് വർദ്ധിക്കുകയാണ്. ഉറക്കം കഴിഞ്ഞുണ്ടാകുന്ന തലവേദന മാത്രം എക്സേഷൻ കൊണ്ട് കുറയും. മറ്റ് സിംറ്റംസ് എക്സേഷൻ കൊണ്ട് വർദ്ധിക്കും. ദ മൈൻഡ് സിംറ്റംസ് ആർ അഗ്രിവേറ്റഡ് ബൈ എക്സേഷൻ ഓഫ് ദ മൈൻഡ്. മനസ്സിൻ്റെ അധ്വാനം കൊണ്ട് മാനസികമായ ലക്ഷണങ്ങൾ വർദ്ധിക്കും. ദീസ് ആർ സിംറ്റംസ് ഇൻ കണക്ഷൻ വിത്ത് ഹേ ഫീവർ. ഹേ ഫീവറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ദ റോറസ് ഇൻ ദ ത്രോട്ട് ആൻഡ് ലാരിങ്സ്. തൊണ്ടയിലും ലാരിങ്സിലുമുള്ള ഈ റോറസ്, തൊലിപോയ പോലുള്ള അനുഭവം. ഡ്രെഡ്ഫുൾ ഏക്കിംഗ് ഇൻ ദ ത്രോട്ട് എക്സ്റ്റെൻഡിങ് ഇൻ ദ ലാരിങ്സ്. തൊണ്ടയിലുള്ള ഭയാനകമായിട്ടുള്ള വേദന അത് ലാരിങ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ സോളോയിങ് ഡസ് നോട്ട് റിലീവ്. വിഴുങ്ങുന്നതുകൊണ്ട്, എന്തെങ്കിലും വിഴുങ്ങുന്നതുകൊണ്ട് അതിനൊരു റിലീഫ് ഇല്ല. ദ ലാക്കസ് സ്റ്റേറ്റ് ഈസ് എക്സ്പ്രസ് മോർ ബൈ എ ലംബ് ഇൻ ദ ത്രോട്ട്. ലാക്കസ് കണ്ടീഷൻ നമ്മൾ നേരത്തെ കണ്ടാണ്. തൊണ്ടയിലൊരു ഒരു ഒരു മുളയിരിക്കുന്ന പോലുള്ള ഒരു അനുഭവം. ഗ്രാസ്പിംഗ് ഓഫ് ദ ത്രോട്ട് വിത്ത് എ സെൻസ് ഓഫ് ചോക്കിംഗ്. തൊണ്ടയിലിങ്ങനെ അമർത്തി പിടിച്ചാകുന്ന പോലുള്ളൊരു ഫീലിംഗ്, ഒരു ചോക്കിംഗ് സെൻസ്, തൊണ്ട അടഞ്ഞിരിക്കുന്ന പോലുള്ളൊരു അനുഭവം. ദ നാജ പേഷ്യൻ്റ് ഈസ് സബ്ജക്ട് ടു സീവിയർ അറ്റാക്സ് ഓഫ് ബ്രോങ്കൈറ്റിസ്. നാജ പേഷ്യൻറ്റിന് വളരെ ഗുരുതരമായ ബ്രോങ്കിയൽ കണ്ടീഷൻസ് ഉണ്ട്. ദ ബ്രീത്തിങ് ഈസ് ഓഫ് ബാഡ് ദാറ്റ് ഹി കനോട്ട് ലൈ ഡൗൺ. ഈ കിടക്കാൻ പറ്റുന്നില്ല. ഈ ശ്വാസത്തിൻ്റെ പ്രയാസങ്ങൾ കാരണം അയാൾക്ക് കിടക്കാൻ പറ്റില്ല. ഒരു നല്ലൊരു ആസ്മാറ്റിക് റെമഡിയാണ് എന്നർത്ഥം. യൂസ്ഫുൾ ഇൻ ക്രോണിക് നെർവസ് പാൽപിറ്റേഷൻ ആഫ്റ്റർ എക്സർഷൻ ഓഫ് എനി കൈൻഡ്. ഏത് തരത്തിലുള്ള അധ്വാനത്തിന് ശേഷവും ഉണ്ടാകുന്ന പാൽപിറ്റേഷൻ, നെർവസ് പാൽപിറ്റേഷൻ, അത്തരം കണ്ടീഷനിൽ ക്രോണിക് ആയിട്ടുള്ള നെർവസ് പാൽപിറ്റേഷനിൽ നാജ വളരെ ഉപയോഗപ്രദമാണ്. ക്രോണിക് നെർവസ് പാൽപിറ്റേഷൻ വിത്ത് ഇനബിലിറ്റി ടു സ്പീക്ക് ഓൺ അക്കൗണ്ട് ഓഫ് ചോക്കിംഗ്. തൊണ്ടായി അടഞ്ഞിരിക്കുന്നത് കൊണ്ടാകുന്ന സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അങ്ങനത്തെ ഒരു നെർവസ് പാൽപിറ്റേഷനിൽ, ക്രോണിക് നെർവസ് പാൽപിറ്റേഷനിൽ നാജ ഉപകരിക്കും. ദർസ് എ കണ്ടിന്യൂഡ് ഡൾ ഏക്കിംഗ് പെയിൻ ത്രൂ ദ ബാക്ക് ബിറ്റ്വീൻ ദ ഷോൾഡേഴ്സ് അസോസിയേറ്റഡ് വിത്ത് കാർഡിയാക് അഫക്ഷൻസ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോട് ചേർന്നുകൊണ്ട് ഈ ഭുജങ്ങൾക്കിടയിൽ അതിൻ്റെ പിൻഭാഗത്ത് ഒരു ഡൾ ഏക്കിംഗ് പെയിൻ, തുടർച്ചയായ ഡൾ ഏക്കിംഗ് പെയിൻ ഉണ്ട്. സംടൈംസ് ദർ ഇസ് ലിറ്റിൽ beside this sensation of heat of aching to indicate the remedy. He is so tired in that spot that he wants to lie down or lean backward to rest his back. അപ്പോൾ ഈ ഒരു ഔഷധത്തെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ചൂടിൻ്റെ ഒരു അനുഭവത്തിന് ഉപരിയായിട്ട് ഒരു വേദനയുണ്ട്. ഹീ സോ ടയേർഡ്. ആ വേദനയുടെ ആ സ്പോട്ടിൽ, പിൻഭാഗത്ത് ഭുജങ്ങൾക്കിടയിലുള്ള സ്പോട്ടിൽ വല്ലാതെ ഒരു ക്ഷീണിതമായിട്ടുള്ള ഒരു ഫീലിംഗ്. അയാൾക്ക് കിടക്കാൻ തോന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിൽ ചാരിയിരിക്കാൻ, പിൻഭാഗം ചാരി വിശ്രമിക്കാൻ തോന്നും. അങ്ങനെയുള്ളൊരവസ്ഥ. ദ പാൽപിറ്റേഷൻ ഈസ് അഗ്രിവേറ്റഡ് ലൈയിങ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ഇടതുവശം കൊണ്ട് കിടക്കുമ്പോൾ പാൽപിറ്റേഷൻ വർദ്ധിക്കുന്നു. പൊതുവെ ഇടതുവശം കിടക്കുമ്പോൾ വർധനമുണ്ട്. അഗ്രിവേറ്റഡ് ബൈ വാക്കിംഗ്, നടക്കുന്നതുകൊണ്ട് വർധനമുണ്ട്. This is most useful of all the remedies we have in the cardiac states with very few symptoms. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലക്ഷണങ്ങൾ വളരെ കുറവുള്ള കാർഡിയാക് കേസസിൽ ഏറ്റവും അധികം ഉപകരിക്കുന്ന ഒരു ഔഷധമാണ് നാജ. ലക്ഷണങ്ങൾ നമുക്ക് എത്ര ശ്രമിച്ചാലും ലക്ഷണം കിട്ടാത്ത ഒരു കാർഡിയാക് കേസിൽ ഏറ്റവും അധികം ഉപകരിക്കുന്ന ഒരു ഔഷധമാണ് നാജ. It's true that this region is particularly singled out by Naja to produce its symptoms.
It is true that this region is particularly singled out by NAJA to produce its symptoms. നാജയ്ക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ ഏറ്റവും അധികം അത് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമാണ് ഹൃദയം. അപ്പോൾ ഹൃദയ സംബന്ധമായിട്ട് പ്രശ്നങ്ങളുമായിട്ട് രോഗികൾ വരുമ്പോൾ ഈ നാജ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലക്ഷണങ്ങളില്ലെങ്കിൽ, ലക്ഷണങ്ങൾ തീരെ ഇല്ലെങ്കിൽ നാജയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ നാജയുടെ മൂല്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒറ്റ എപ്പിസോഡ് കൊണ്ട് അവസാനിപ്പിക്കാമെന്നുള്ളതിൽ പോലും ഒരു പ്രധാനപ്പെട്ട ഒരു ജീവൻ രക്ഷാ ഔഷധമാണ്. വിഷബാധയിലും അല്ലാതെയിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടീസ് ഉപകരിക്കുന്ന ഔഷധമാണ്. ഇത് ശരിയായി മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ചുള്ള മറ്റ് പുസ്തകങ്ങളിലൊക്കെ ധാരാളം വിവരങ്ങൾ വിഷബാധയിലും മറ്റൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റ് പുസ്തകങ്ങളൊക്കെ കിട്ടും. അങ്ങനെ സമഗ്രമായ ധാരണ ഉണ്ടാക്കുക. നിങ്ങളുടെ പ്രാക്ടീസിൽ വളരെയധികം ഉപകരിക്കുന്ന ഔഷധമാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.